വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. മനുഷ്യ ജീവിതത്തിൽ പല കാര്യങ്ങളും നാം ചെയ്യാറുണ്ട്. അതിൽ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റ് ചില കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല, എങ്കിലും നാം ചെയ്യുന്നു. ചില കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതും ചില കാര്യങ്ങൾ ഒട്ടും പ്രാധാന്യമില്ലാത്തതും. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലും ചില കാര്യങ്ങളുണ്ട്. അവയെ നാം അവയുടെ പ്രാധാന്യമനുസരിച്ച് ക്രമമായി വയ്ക്കും. ഇംഗ്ലീഷിൽ അതിന് പ്രയോറിറ്റി എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിലും പ്രാധാന്യം കുറഞ്ഞ കാര്യം, അങ്ങനെ തീരെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളാണ് അവസാനം വയ്ക്കുക. ക്രിസ്തീയ ജീവിതത്തിലും പ്രാധാന്യമുള്ള കാര്യങ്ങളും വലിയ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അവയുടെ ക്രമം അത് പ്രധാനപ്പെട്ടതാണ്. അപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും റിസോഴ്സസും നാം നശിപ്പിച്ച് കളയുന്നതിന് പകരം അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നാം സമയവും നമ്മുടെ ശ്രമവും ഉപയോഗിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ച ഒരു സംഭവമാണ് നാം ഇന്ന് വായിച്ചത്. കർത്താവും തൻ്റെ ശിഷ്യന്മാരും യാത്ര ചെയ്യുമ്പോൾ അവർ ഒരു ഗ്രാമത്തിലെത്തി. ഈ ഗ്രാമം ബഥാന്യയാണ് എന്ന് മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം മാർത്തയുടെയും മറിയയുടെയും അവരുടെ സഹോദരനായ ലാസറിൻ്റെയും കാര്യം നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ. കർത്താവ് ആ ഗ്രാമത്തിലെത്തിയപ്പോൾ അവനെ വീട്ടിലേക്ക് കൈക്കൊള്ളുവാൻ മുൻകൈ എടുത്തത് മാർത്ത എന്ന ഒരു സ്ത്രീയാണ്. പൊതുവെ കരുതുന്നത് മാർത്തയാണ് മൂത്ത സഹോദരി എന്നാണ്. പലരും കർത്താവിനെ തിരസ്കരിക്കുന്ന സമയമാണ്. ചില ഗ്രാമങ്ങൾ അപ്പാടെ കർത്താവിനോട് അങ്ങോട്ട് വരികയേ വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ബഥാനിയിലുള്ള ഈ ഭവനത്തിൽ മാർത്ത കർത്താവിനെ വീട്ടിൽ അതിഥിയായി സ്വീകരിക്കുവാൻ തയ്യാറായി. കർത്താവിനെ വീട്ടിലേക്ക് അതിഥിയായി സ്വീകരിക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം യേശു തനിയെയല്ല വരുന്നത്. ഇപ്പോൾ അവനോട് കൂടെ തൻ്റെ 12 ശിഷ്യന്മാരുണ്ട്. അവരെ കൂടാതെ മറ്റു പലരുമുണ്ട്. അപ്പോൾ 20-30 ആളുകളുള്ള ഒരു സംഘത്തെയാണ് ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും ഒരു നിസ്സാര കാര്യമല്ല. 1-2 പേർ അതിഥികളായ ഒരു വീട്ടിൽ വന്നാൽ തന്നെ അതിനുള്ള ബദ്ധപ്പാട് എത്രയാണ് എന്ന് സ്ത്രീകൾക്കറിയാം. 20-30 പേരുള്ള ഒരു സംഘം വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടിലെ സകല പരിപാടികളും തകിടം മറിയും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാർത്ത കർത്താവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. താൻ വീട്ടിൽ വരുമ്പോൾ തനിക്ക് അതിഥി എന്ന നിലയിലുള്ള ബഹുമാനവും ആതിഥ്യ മര്യാദകളുമൊക്കെ കാണിക്കുവാൻ അവൾ വളരെയധികം ബന്ധപ്പെട്ടിരുന്നു. അവളുടെ അടുക്കളയിൽ, അവളുടെ വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. അവൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മാർത്തയ്ക്ക് കർത്താവിനോട് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അത് അവൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, അവളുടെ സഹോദരി അവളെ സഹായിക്കുന്നില്ല, അവളോട് അങ്ങനെ പറയണം എന്ന് കർത്താവിനോടാണ് മാർത്ത പറഞ്ഞത്.
ഇത് സഹോദരിയോട് നേരിട്ട് പറയാമായിരുന്നു, നീ ഇവിടെ ഇരുന്ന സമയം കളയാതെ എന്നെ വന്ന് അടുക്കളയിൽ സഹായിക്കുമെന്ന് പറയാമായിരുന്നു. പക്ഷേ അതിനു പകരം അവൾ അത് കർത്താവിനോട് നേരിട്ട് പറഞ്ഞു. അതിൻ്റെ അർത്ഥം യേശു കർത്താവിനോട് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും പരിചയവും മാർത്തയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവൾ വിചാരപ്പെട്ടിരുന്നു, പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരുന്നു എന്ന് കർത്താവ് അവളെക്കുറിച്ച് പറഞ്ഞു. അത് പറയാനുള്ള കാരണം, അവൾ കർത്താവിനോടാണ് ചോദിക്കുന്നത്, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവെ, നീ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്നാണ് മാർത്ത കർത്താവിനോട് ചോദിച്ചത്. എന്തൊരു ചോദ്യം! അതിൻ്റെ കാരണം, 2 സഹോദരിമാരാണ് വീട്ടിലുള്ളത്. അവരുടെ മാതാപിതാക്കളെക്കുറിച്ചൊന്നും നാം വായിക്കുന്നില്ല. അവരുടെ സഹോദരനായ ലാസറിനെക്കുറിച്ച് നാം മറ്റ് സുവിശേഷങ്ങൾ വായിക്കുന്നു. ഈ 2 സഹോദരിമാരാണ് ആ വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടത്. പക്ഷേ ആ ജോലി മുഴുവൻ ചെയ്യുവാൻ മാർത്തയും മുമ്പിലത്തെ മുറിയിൽ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് കർത്താവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കാൻ മറിയയും. ഇത് ശരിയല്ലല്ലോ. ഇത് കണ്ടിട്ടും കർത്താവ് എന്താണ് ഒന്നും പറയാത്തത് എന്ന ന്യായമായ സംശയം മാർത്തയുടെ ഹൃദയത്തിലുണ്ടായി. മാർത്ത കർത്താവിനോട് ചോദിക്കുകയാണ്, നിനക്ക് വിചാരമില്ലയോ? ഇത് കേട്ടപ്പോഴാണ് കർത്താവ് അവളോട് സംസാരിച്ചത്. എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് അവൾ പറയുകയും ചെയ്തു. മറിയ എന്ത് ചെയ്യണമെന്ന് മാർത്തയല്ല പറയുന്നത്, മറിച്ച് അവൾ കർത്താവിനോട് പറയണം, നീ പറയണം, നീ കൽപ്പിക്കണം, എന്നിട്ട് അവൾ വന്ന് എന്നെ സഹായിക്കണം. അവൾ നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അതുപോരാ, കർത്താവ് അത് പറയണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറിയ അടുക്കളയിൽ വന്ന് എന്നെ സഹായിക്കണം. എന്തുകൊണ്ടാണ് മാർത്ത ഇങ്ങനെ പറഞ്ഞത്? ഒരു വീട്ടിൽ, ആ നാട്ടിലുള്ളതിലേക്കും ഏറ്റവും നല്ല പ്രസംഗകൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. മറിയയ്ക്കും താല്പര്യമുണ്ട്, മാർത്തയ്ക്കും താല്പര്യമുണ്ട്. പക്ഷേ മാർത്തയ്ക്ക് അടുക്കളയിലുള്ള ജോലി, വീട്ടിലെ ജോലി എല്ലാം ഇട്ടിട്ട് വന്നിരുന്ന് പ്രസംഗം കേൾക്കാൻ തോന്നിയില്ല. കാരണം ഇത് അവളുടെ വീടാണ്. അവളുടെ വീട്ടിൽ കർത്താവും ശിഷ്യന്മാരും വന്നിരിക്കുന്നു. അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അതാര് ചെയ്യും? അതുകൊണ്ടാണ് കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് പ്രസംഗം കേൾക്കുന്നതിന് പകരം ഇവൾ അടുക്കളയിൽ പോയി ജോലി ചെയ്യുന്നത്. ഒരു പക്ഷേ ഇവളുടെ ഉദ്ദേശം നല്ലതായിരിക്കും. പക്ഷേ ചില പ്രശ്നങ്ങൾ അതിലുണ്ട്. കർത്താവ് തൻ്റെ പ്രസംഗം നടത്തുമ്പോൾ കർത്താവിൻ്റെ കാൽക്കൽ പോയിരുന്ന് പ്രസംഗം കേട്ടാൽ, പ്രസംഗം കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ സമയത്ത് എല്ലാവരും എന്നെ നോക്കും. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ, ഞാനൊന്നും അവർക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്കല്ലേ നാണക്കേട്? ആ നാണക്കേടെങ്ങനെ ഞാൻ സഹിക്കും? അതുകൊണ്ടാണ് മാർത്ത അടുക്കളയിൽ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവൾ ആ ജോലി ചെയ്യുന്നത്? കർത്താവിനെ സ്നേഹിച്ചിട്ടാണോ? അതോ കർത്താവിൻ്റെ പ്രസംഗം കഴിയുമ്പോൾ ആളുകൾ അവളെക്കുറിച്ച് മോശമായി ചിന്തിക്കും എന്ന് കരുതിയിട്ടാണോ? ഉത്തരം നിങ്ങൾക്കറിയാം. കർത്താവിൻ്റെ പ്രസംഗം കഴിയുമ്പോൾ ആളുകൾ എന്നെക്കുറിച്ച് മോശമായി ചിന്തിക്കരുത്, അതിനുവേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്, അതിനുവേണ്ടിയാണ് ഞാൻ വിചാരപ്പെടുന്നത്. ഇത് മനസ്സിലായ ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. താൻ മാർത്തയോട് പറഞ്ഞു, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, പലതിനെ ചൊല്ലി, പലരെ ചൊല്ലി വിചാരപ്പെടുന്നു. ഈ ആളുകളൊക്കെ എന്നെക്കുറിച്ച് എന്ത് കരുതും? ഇന്നും അനേക ആളുകൾ
പല കാര്യങ്ങൾ ചെയ്യുന്നതും പല കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. മറിച്ച് ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരുടെ പ്രശ്നം, അവരുടെ വ്യാകുലം ഒരിക്കലും തീരുകയില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അനേക ആളുകളുണ്ട്, അനേക സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം അവർക്ക് ചുറ്റുമുള്ള അനേക ആളുകൾ, അവർ ഓരോരുത്തരും എങ്ങനെ പ്രതികരിക്കും, അവർ ഓരോരുത്തരും എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് വ്യാകുലപ്പെട്ട് അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ വ്യാകുലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവർ പലതിനെ ചൊല്ലി വിചാരപ്പെടേണ്ടി വരും. കർത്താവ് മാർത്തയോട് പറഞ്ഞു, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. അതിൻ്റെ ആവശ്യമില്ല. കർത്താവിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞ് ഭക്ഷണമില്ലാതെ ഇതുവരെ ആരും വിഷമിച്ചിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു വീട്ടിലല്ല, മരുഭൂമിയിൽ ആളുകൾ പ്രസംഗം കേൾക്കാൻ ചെന്നു. ശിഷ്യന്മാർ പറഞ്ഞു അവരെ പറഞ്ഞു വിടും, നമുക്ക് അവരെ ഒഴിവാക്കാം. കർത്താവ് പറഞ്ഞു നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കാം. അത്ഭുതം ചെയ്ത് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. മാർത്തയും മറിയുടെ കൂടെ ഈ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ട് കഴിഞ്ഞ് എല്ലാവർക്കും വിശക്കുകയാണ്, ഭക്ഷണമില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് മാർത്തയുടെ നേരെ തിരിഞ്ഞ്, മാർത്ത നീ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുകയല്ല, മറിച്ച് താൻ എന്തെങ്കിലും ഒരു പോംവഴി അതിനുണ്ടാക്കും. പക്ഷേ അതിനുള്ള വിശ്വാസം, ആ നിലയിൽ കർത്താവിനെ വിശ്വസിക്കുവാൻ മാർത്തയ്ക്ക് കഴിഞ്ഞില്ല. ഇനി നമുക്ക് മറിയെക്കുറിച്ച് ചിന്തിക്കാം. മറിയയും ഇതേ വീട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. മറിയ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു അവൻ്റെ വചനം കേട്ടു. കർത്താവിൻ്റെ കാൽക്കൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് ഉന്നതമായ സ്ഥാനം കൊടുത്തു, തൻ്റെ താഴ്ച അംഗീകരിച്ചു. കർത്താവ് പറയുന്നത് കേൾക്കുവാൻ അവൾ തയ്യാറായിരുന്നു. ദൈവത്തിൻ്റെ വചനം അവൾ കേൾക്കുകയുമായിരുന്നു. ഇങ്ങനെ യേശുവിൻ്റെ കാൽക്കൽ വചനം കേൾക്കുവാനിരുന്ന മറിയ അതിനൊരു വിലയും കൊടുത്തില്ലെന്നാണ് പലരും ചിന്തിക്കുന്നത്. അത് ശരിയല്ല. കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കാൻ, പ്രത്യേകിച്ച് അവളുടെ തന്നെ വീട്ടിൽ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കാൻ അവൾ വലിയ വില കൊടുത്തു. മാർത്ത അടുക്കളയിൽ ജോലി ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുമ്പോൾ ആളുകൾ പറയും, യാ മാർത്ത കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി. എന്നാൽ മറിയെക്കുറിച്ച് ആളുകൾ ഒന്നും പറയാൻ പോകുന്നില്ല. ഓ, അവൾ വലിയ ഭക്തിയുള്ളവളാണ്, അവൾ എൻ്റെ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം കേൾക്കുകയായിരുന്നു എന്ന് ആരും പറയില്ല. ഒരു പക്ഷേ ഇവൾ എന്തുകൊണ്ടാണ് ഇവളുടെ സഹോദരിയെ സഹായിക്കാഞ്ഞത് എന്ന് ആളുകൾ കുറ്റം പറയും. കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം കേൾക്കുന്നവരെ ആരും പ്രശംസിക്കില്ല. അത് മറ്റുള്ളവർ കാണുന്ന ഒരു കാര്യമല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ കാൽക്കൽ ആരെങ്കിലും പോയിരുന്നാൽ ആളുകൾ കാണും. തൻ്റെ പ്രസംഗം കേട്ടാൽ അവരെ ഒരുപക്ഷെ കണ്ടെന്നിരിക്കാം. പക്ഷേ അതൊരു വലിയ ആത്മീക നേട്ടമായിട്ടോ ആത്മീയ ശുശ്രൂഷയായിട്ടോ ഒന്നും ആരും കണക്കാക്കുകയില്ല. അതിന്നും അങ്ങനെയാണ് കേട്ടോ. ഇന്നും കർത്താവിൻ്റെ കാൽക്കൽ ഇരിക്കുകയും കർത്താവിൻ്റെ ശബ്ദത്തിനായി കാതോർക്കുകയും ചെയ്യുന്നവരെ ആളുകൾ അറിയില്ല. കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഹൃദ്യമായ ബന്ധമുള്ള ആളുകളെ ഈ ലോകം തിരിച്ചറിയില്ല. ഈ ലോകം പോയിട്ട് നമ്മുടെ സഭകളിലുള്ള ആളുകൾ പോലും തിരിച്ചറിയില്ല. അവരൊക്കെ നോക്കുന്നത് വലിയ പെർഫോമൻസ് നടത്തുന്നവരെയാണ്. ആത്മീക വരങ്ങളുള്ളവർ, പ്രസംഗിക്കാൻ കഴിവുള്ളവർ, പാടാൻ കഴിവുള്ളവർ, അത്ഭുത ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിവുള്ളവർ, അവരെയാണ് ആളുകൾ നോക്കുന്നത്. അല്ലാതെ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് കർത്താവ് പറയുന്നത് എന്താണെന്ന് കേൾക്കുവാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ, അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറയുന്ന ആളുകൾ
അവരെ ലോകം കാണുകയില്ല, അവരെ അംഗീകരിക്കുകയുമില്ല. അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നവർ, അതിനുവേണ്ടി അവരുടെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ, അവർ അതിന് വില കൊടുക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി, കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ വേണ്ടി വില കൊടുക്കുന്ന ആളുകളെ ലോകം അംഗീകരിക്കുകയില്ല, ലോകം കാണുകയില്ല, ലോകം അവരെ പ്രശംസിക്കുകയുമില്ല. പക്ഷേ മറിയെപ്പോലുള്ളവർ അതിന് വില കൊടുക്കുന്നുണ്ട്. നാം മാർത്തയെക്കുറിച്ച് വായിക്കുന്നു. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. മറിയയ്ക്ക് ഈ വിചാരമൊന്നുമില്ലെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മറിയയ്ക്കും ഈ വിചാരമൊക്കെ ഉണ്ട്. കർത്താവിൻ്റെ പ്രസംഗം കഴിഞ്ഞ് ആർക്കെങ്കിലും വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം എന്ന് വന്നാൽ മാർത്തയോട് മാത്രമല്ല, മറിയോടും അവർ ചോദിക്കും. അപ്പോൾ മാർത്തയ്ക്കുള്ള വറീസ്, മാർത്തയ്ക്കുള്ള വ്യാകുലമൊക്കെ മറിയയ്ക്കുമുണ്ട്. മാത്രമല്ല, മറിയയ്ക്ക് ഒരു വ്യാകുലം കൂടുതലുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്നിരുന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് മാർത്ത ഇവിടെയില്ല, മാർത്ത ജോലി ചെയ്യുകയാണ്. എന്നാൽ കർത്താവ് പോയി കഴിയുമ്പോൾ ഇതിൻ്റെ പേരിൽ മാർത്ത എന്നോട് വഴക്കുണ്ടാക്കുമെന്നുള്ള വ്യാകുലം കൂടി മറിയയ്ക്കുണ്ട്. കാരണം കർത്താവ് ഉള്ളപ്പോൾ തന്നെ കർത്താവിനെ കൊണ്ട് മറിയെ ശകാരിപ്പിക്കാൻ ശ്രമിച്ചയാളാണല്ലോ മാർത്ത. അപ്പോൾ മറിയയ്ക്കും വ്യാകുലമുണ്ടായിരുന്നു. മറിയയ്ക്കും ആ വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ബോധമുണ്ടായിരുന്നു. പക്ഷേ അവൾ ആ അവസരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. കർത്താവ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു, ദൈവപുത്രനായ മിശിഹ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, വെള്ളം കൊടുക്കാം, പല കാര്യങ്ങൾ ചെയ്യാം, അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ തൻ്റെ വായിൽ നിന്നും ദൈവവചനം കേൾക്കുവാൻ, തന്നോട് കൂടെ സമയം ചെലവഴിക്കുവാൻ കിട്ടിയിരിക്കുന്ന ഈ അവസരം, അതിന് പകരമായി മറ്റൊരു ശുശ്രൂഷയുമില്ല എന്ന് മറിയയ്ക്ക് മനസ്സിലായി. ഒരു പക്ഷേ താങ്കൾ വളരെയധികം ശുശ്രൂഷകൾ ചെയ്യുന്നയാളായിരിക്കും. ഒരുപാട് ശുശ്രൂഷകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നയാളായിരിക്കും. തിരക്കോട് തിരക്ക്, ഡയറി നിറച്ചും ബുക്കിംഗാണ്. എല്ലാ ദിവസവും ഓരോ അരമണിക്കൂറിലും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നയാളാണ്. ഒരാളെ കാണണം, ഒരാളെ ഫോൺ ചെയ്യണം, വേറൊരാളെ കാണാൻ വരും, കൗൺസിലിംഗ് ഉണ്ട്, ജോലിയുണ്ട്, വീട്ടിലെ കാര്യം, മക്കളുടെ കാര്യം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇതൊക്കെ പ്രാധാന്യമുള്ളതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആരും കാണാത്ത, ആരും പ്രശംസിക്കാത്ത ഒരു കാര്യം, അതെന്താണ്? കർത്താവിൻ്റെ കാൽക്കലിരിക്കുക, കർത്താവ് പറയുന്നത് എന്താണെന്ന് കേൾക്കുക. കർത്താവ് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യം ഈ ലോകത്തിൽ വേറെ ആരും അറിയുകയില്ല. അത് കേൾക്കാനായി കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് വച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതല്ല, കർത്താവിൻ്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നതല്ല, കർത്താവിന് വേണ്ടി വലിയ മീറ്റിങ്ങുകളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതല്ല, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നതല്ല. മറിച്ച് കർത്താവ് പറയുന്നത് അവൻ്റെ കാൽക്കലിരുന്ന് കേൾക്കുക. കർത്താവിൻ്റെ കാൽക്കലിരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവ് നീ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കാനും അനുസരിക്കാനും തയ്യാറാണ് എന്ന് പറയണം. അതുകൊണ്ടാണല്ലോ കാൽക്കലിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, അതാണ് ഏറ്റവും പ്രധാനം. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. പ്രിയ സുഹൃത്തെ, എല്ലാ ദിവസവും ദൈവം നമുക്ക് ഈ അവസരങ്ങൾ തരികയാണ്. നല്ല അംശമുണ്ട്, ഏറ്റവും നല്ല അംശമുണ്ട്, അധികം നല്ലതല്ലാത്ത അംശമുണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മോട് കർത്താവ് പറയുകയാണ്, തിരഞ്ഞെടുക്കൂ. അപ്പോൾ നാം എന്താണ് തിരഞ്ഞെടുക്കുന്നത്? വളരെ തിരക്കുള്ള, മറ്റുള്ളവർ കാണുന്ന ശുശ്രൂഷ, അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ആരും കാണാത്ത, ആരും പ്രശംസിക്കാൻ സാധ്യതയില്ലാത്ത,
ഒരു ശുശ്രൂഷ. കർത്താവിൻ്റെ കാൽക്കലിരിക്കുക, കർത്താവ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക, അത് ചെയ്യുക. നമുക്ക് തിരഞ്ഞെടുക്കാം നല്ല അംശം. ഏതാണ് നല്ല അംശമെന്ന് കർത്താവ് ഈ സംഭവത്തിലൂടെ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും? പിന്നെ നല്ല അംശം തിരഞ്ഞെടുത്താൽ അതിന് ചില ഗുണങ്ങളുണ്ട്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. ഒന്നല്ല, പല ആവശ്യങ്ങൾ. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇതെല്ലാം അതിൽപ്പെടും. നാം ഇതൊക്കെ തിരഞ്ഞെടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുന്നത് എന്താ? അല്പമേ വേണ്ടൂ. ഇതെല്ലാം ഒന്നും വേണ്ട, അല്പമേ വേണ്ടൂ. അല്ല, ഒന്ന് മതി. എന്താണ് ആ ഒന്ന്? കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുക, അവൻ പറയുന്നത് കേൾക്കുക. ഇതിൻ്റെ അർത്ഥം ഒരു ജോലിയും ചെയ്യണ്ട, ഫുൾ ടൈം വേദോത്സവം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നാണോ? അല്ല, തീർച്ചയായും അല്ല. പക്ഷേ ഇതിൻ്റെ അർത്ഥം അതാണ് ഏറ്റവും പ്രധാനമെന്നാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, ഒട്ടും പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. നാം ഇതെല്ലാം ചെയ്യുകയും ചെയ്യും. പക്ഷേ ദൈവവചനം നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമെന്ന് നാം കരുതുന്നത്, അത് കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവനിൽ നിന്ന് കേൾക്കുക, അവനോട് സമ്മതിക്കുക, അവനോട് കൂട്ടായ്മ ആചരിക്കുക എന്നതാണ്. നാം ആ നല്ല അംശം തിരഞ്ഞെടുത്താൽ കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നു, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി, അത് മാത്രം മതി എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്താൽ അത് മതി. എന്താണ് അതുകൊണ്ടുള്ള ഗുണം? അത് ആരും അവളോട് അപഹരിക്കുകയില്ല. മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് അപഹരിക്കപ്പെടും. ഞാനൊരു ഉദാഹരണം പറയാം. മാർത്ത വളരെ കഷ്ടപ്പെട്ട അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. കർത്താവിൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഇതാരാ വിളമ്പി കൊടുക്കുന്നത്? മാർത്തയാണോ? ഒരു പക്ഷേ മാർത്തയ്ക്കും വിളമ്പാൻ സാധിക്കും. പക്ഷേ മറിയം കൂടെ കൂടിയായിരിക്കും വിളമ്പുന്നത്. മറിയ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പം ആ ഭക്ഷണം നന്നായിരിക്കുന്നു എന്ന് ആരാണ് പറയുന്നത്? കഴിക്കുന്നവർ. അതാരോടാണ് പറയുന്നത്? ഒരുപക്ഷെ അത് മറിയോടായിരിക്കും പറയുന്നത്. കഷ്ടപ്പെടാനുള്ളത് മുഴുവൻ മാർത്ത കഷ്ടപ്പെട്ടു. പേരാർക്ക് പോയി? മറിയയ്ക്ക് പോയി, ഇല്ലേ? ഇതാണ് കർത്താവ് പറഞ്ഞത്. ഈ കഷ്ടപ്പാട് മുഴുവൻ അതിൻ്റെ പ്രതിഫലം അപഹരിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവനുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ, കർത്താവിനോടുള്ള നമ്മുടെ ഭക്തി, സ്നേഹം, അവനോടുള്ള നമ്മുടെ ബന്ധം, അത് ആരും അപഹരിക്കില്ല. അത് നമുക്ക് സ്വന്തം. പ്രിയ സുഹൃത്തേ, എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മാർത്തയെയും മറിയയും പോലെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കണം. പ്രാധാന്യമുള്ള കാര്യങ്ങൾ, വലിയ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ. നാം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? മറ്റുള്ളവർ കാണുന്ന ശുശ്രൂഷയ്ക്കാണോ, അതോ കർത്താവ് മാത്രം കാണുന്ന ശുശ്രൂഷയ്ക്കാണോ? കർത്താവിൻ്റെ കാൽക്കലിരുന്ന് പഠിക്കുകയും അവൻ പറയുന്നതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ, അവർക്ക് ലോകത്തിൽ വലിയ പേരൊന്നും ഉണ്ടാകില്ലെങ്കിലും കർത്താവ് അവരെക്കുറിച്ച് പറഞ്ഞത്, അവർ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് ആരും അവരോട് അപഹരിക്കില്ല. വചനദീപം